ജർമ്മനി. യൂറോപ്പിലെ തന്നെ പവർഫുൾ ആയ ഒരു രാജ്യമാണ് ജർമ്മനി. ഇവരുടെ മിലിറ്ററി പവർ കൊണ്ട് അമേരിക്കയെ വേണമെങ്കിലും ഭീഷണിപ്പെടുത്താൻ പറ്റുമെന്ന് പറയാൻ പറ്റുന്ന ഒരു രാജ്യം കൂടിയാണിത്. ഇതേ ജർമ്മനി റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം നിരവധി സഹായങ്ങളും ട്രെയിനിങ്ങും ഉക്രൈന് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. കൂടാതെ ഉക്രൈനും F-16 റിസീവ് ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ ഉക്രൈനിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെപ്പറേറ്റ് ആയി റൺവേസ് എല്ലാം അവിടെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ഒരു ഭാഗത്തുള്ളപ്പോൾ ജർമ്മനിയിൽ നിന്നും പുതിയൊരു കഥ പുറത്തു വന്നിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ജർമ്മനിയിൽ ഏലിയൻ. അങ്ങനെ പറയുമ്പോൾ ജർമ്മനിയിൽ ആരെങ്കിലും ഏലിയനെ കണ്ടുപിടിച്ചോ എന്ന് ചോദിച്ചാൽ ഇവിടെയാണ് വലിയൊരു ട്വിസ്റ്റ് ഉള്ളത്. എന്താണ് ആ ട്വിസ്റ്റ്? F-16 ട്രെയിനിങ് ഉക്രൈന് കൊടുക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഈ F-16 ഉക്രൈന് ലഭിക്കുമോ ഇല്ലയോ? ഇത് കൂടാതെ റഷ്യ അവരുടെ ഡ്രോൺസിൽ പുതിയതായി ജെറ്റ് എഞ്ചിൻസ് എല്ലാം ഘടിപ്പിച്ച് ഉക്രൈനെതിരെ ഒരു ചെറിയ ഭീഷണി മുഴക്കിയിട്ടുണ്ട് എന്നൊരു വാർത്തയും പുറത്തു വന്നിട്ടുണ്ട്. ഇതിന്റെ മുഴുവൻ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം. നേരെ വീഡിയോയിലേക്ക് പോവാം. വോയിസ് ഓഫ് വിക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ വിഷയം, റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം തന്നെ റഷ്യ നിരവധി ഷാഹിദ് 136 ഡ്രോൺസ് ഉക്രൈനെതിരെ പ്രയോഗിക്കുന്നുണ്ട് എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ആ ഡ്രോൺസിനെ എല്ലാം അപ്ഗ്രേഡ് ചെയ്ത് അതിന്റെ പുതിയൊരു വേർഷൻ മാസായി ഉക്രൈനെതിരെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് റഷ്യ. ആദ്യത്തെ ഡ്രോണുകളിലെല്ലാം ഉപയോഗിച്ചിരുന്നത് പിസ്റ്റൺ എഞ്ചിൻസ് ആണ്. ഈ പിസ്റ്റൺ എഞ്ചിൻസിന് അധിക ട്രസ്റ്റോ അധിക പവറോ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. നോർമലായ ഒരു കമിക്കാസ് ഡ്രോൺസിന് ആവശ്യമായ പവർ മാത്രമേ ഇതിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. പക്ഷേ ജെറ്റ് എഞ്ചിൻസ് ഘടിപ്പിച്ചു കഴിഞ്ഞാൽ ആ ഡ്രോൺസ് വേറെ ലെവലിലായിരിക്കുമെന്ന് പറയാം. ഒരു ചെറിയ ഫ്ലൈറ്റ് ആണെന്ന് തന്നെ പറയാം. നോർമൽ പിസ്റ്റൺ എഞ്ചിൻ മൂലം പ്രവർത്തിക്കുന്ന ഡ്രോണിന് 200 കിലോമീറ്റർ മുതൽ 300 കിലോമീറ്റർ വരെയാണ് റേഞ്ച് എങ്കിൽ ഈ ജെറ്റ് എഞ്ചിൻസ് ഘടിപ്പിച്ച ഡ്രോൺസിന് 800 കിലോമീറ്റർ മുതൽ 1000 കിലോമീറ്റർ വരെ റേഞ്ച് വരും. അതായത് മാക് 1 സ്പീഡിൽ പോകാൻ പറ്റുമെന്ന് പറയപ്പെടുന്നു. സൂയിസൈഡ് ഡ്രോൺസ്, അതായത് അറ്റാക്ക് ചെയ്തതിനു ശേഷം സ്വയമേ ഡിസ്ട്രോയ് ആവുന്ന ഡ്രോണിന് വേഗത കൂടുതലാണ്. അതായത് അതിന്റെ ക്യാപ്പബിലിറ്റീസ് മുഴുവനായും മാറും. ഷാഹിദ് 136 ഡ്രോണിന്റെ മാക്സിമം സ്പീഡ് 300 കിലോമീറ്റർ മുതൽ 400 കിലോമീറ്റർ വരെ മാത്രമേ ഉള്ളൂ. എന്നാൽ ഇതിൽ ജെറ്റ് എഞ്ചിൻസ് ഘടിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ സ്പീഡ് 800 കിലോമീറ്റർ മുതൽ, ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 800 കിലോമീറ്റർ മുതൽ 1000 കിലോമീറ്റർ വരെയാണ്. കൂടാതെ ഇതിന്റെ പേലോഡ് കപ്പാസിറ്റിയും അധികമാണ്. ഇതിലെ 800 കിലോമീറ്റർ എന്ന് പറയുന്നത് ഡ്രോൺ സ്ട്രെയിറ്റ് ആയിട്ട് പറക്കുമ്പോഴുള്ള അതിന്റെ മാക്സിമം വേഗതയാണ്. എന്നാൽ മുകളിൽ നിന്നും താഴേക്ക് വരുമ്പോൾ, അതിന്റെ ടാർഗറ്റിലേക്ക് വരുമ്പോൾ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം കൊണ്ട് ഇതിന്റെ വേഗത ഇനിയും കൂടുമെന്ന് പറയുന്നുണ്ട്. ചില റീജിയൻസിലേക്ക് ഈ ഒരു ഡ്രോൺസിനെ ഫയർ ചെയ്തു എന്നും പറഞ്ഞ് അതിന്റെ എവിഡൻസും ഉക്രൈൻ പുറത്തുവിട്ടിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം, ഷാഹിദ് 136 ഡ്രോൺസ് റഷ്യക്ക് കൊടുത്തത് ഇറാനാണ്. എന്നാൽ റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇറാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപാണ് ഞങ്ങൾ ഈ ഷാഹിദ് 136 ഡ്രോൺസ് റഷ്യക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഞങ്ങൾ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ റഷ്യ ഉക്രൈൻ യുദ്ധവും ഞങ്ങളും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതിന്റെ അപ്ഗ്രേഡഡ് വേർഷനായി അറിയിച്ച ഈ ഒരു ഡ്രോൺ, ഇറാൻ അറിയിച്ച ഈ ഒരു ഡ്രോൺ ടൈപ്പ് ഇപ്പോൾ റഷ്യ ഉക്രൈനെതിരെ പ്രയോഗിക്കുന്നത് കൊണ്ട് ഇറാൻ തീർച്ചയായും ഇൻഡയറക്റ്റ് ആയി റഷ്യയെ സഹായിക്കുന്നുവെന്നും ഉക്രൈനെതിരായി പ്രവർത്തിക്കുന്നു എന്നും പറഞ്ഞ് ലോക ശ്രദ്ധ ചെറിയ രീതിയിൽ ഇറാനിലേക്ക് തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഒരു സൈഡിൽ ഇരിക്കുമ്പോൾ F-16 ദേ വരുന്നു എന്നും പറഞ്ഞ് ഉക്രൈന് പറയാൻ തുടങ്ങിയിട്ട് കുറച്ചധികം ദിവസങ്ങളായി. എന്നാൽ ഇത് എപ്പോഴാണ് ലഭിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ വിന്റർ സീസൺ അവസാനിച്ച് സ്പ്രിംഗിന്റെ ആദ്യഘട്ടത്തോടു കൂടി തന്നെ F-16 ഉക്രൈനിലെത്തുമെന്ന് ഒഫീഷ്യലായി തന്നെ കൺഫേം ചെയ്തിരിക്കുന്നു. അതിനനുസരിച്ച് ഇപ്പോൾ ഉക്രൈൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ F-16 പറക്കുന്നതിന് അനുകൂലമായ രീതിയിൽ അതിന്റെ എയർഫീൽഡ് എല്ലാം ഇപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ F-16ന്റെ വലിയൊരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ എയർടേക്ക് ആണ്. നോർമൽ ഫൈറ്റർ ജെറ്റിനെ അപേക്ഷിച്ച് F-16ന്റെ എയർടേക്ക് വലുതാണ്. മാത്രമല്ല അതിന്റെ ബെല്ലി ഭാഗത്തായി ഒരേ സ്ഥലത്താണ് ഉണ്ടാവുക. ഇത് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ലാൻഡിംഗ് ഗിയർ കുറഞ്ഞിരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരിക്കുന്ന ഡസ്റ്റ്, അതുപോലെ തന്നെ കല്ലുകൾ, ചെറിയ ചെറിയ പാറക്കഷ്ണം, ഇതെല്ലാം അബ്സോർബ് ചെയ്യും. അങ്ങനെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ഈ ചെറിയ ചെറിയ കല്ലുകളും പാറകളും ഇങ്ങനെയുള്ള ഡസ്റ്റുകളെല്ലാം എഞ്ചിൻസ് കേടാക്കും. ഉക്രൈൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന Su-25, MiG-29 ഒക്കെ നോക്കിയാൽ റഷ്യൻ നിർമ്മിത എയർക്രാഫ്റ്റ് അതിനുവേണ്ടി വിൻഷീൽഡ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഡസ്റ്റ് ഒക്കെ അവോയ്ഡ് ചെയ്യും. പക്ഷേ ഈ F-16ൽ അങ്ങനെ ഒരു പാർട്ട് ഇല്ല. കാരണം ഈ F-16 നിർമ്മിച്ചത് മുഴുവനായും പാശ്ചാത്യ രാജ്യങ്ങളെ മനസ്സിൽ വെച്ച് മാത്രമാണ്. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഭൂമിഘടന വേറെ, അതുപോലെ തന്നെ ഈസ്റ്റേൺ യൂറോപ്പിന്റെ റഷ്യയുടെ ഭൂമിഘടന വേറെ.
അതുകൊണ്ട് തന്നെ F-16 വരുന്ന സമയത്ത് അതിന് യാതൊരു പ്രശ്നവും വരാതിരിക്കാൻ വേണ്ടി ഇവരുടെ എയർഫീൽഡ് എല്ലാം ഇപ്പോൾ മോഡറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. F-16 ഉക്രൈനിൽ എത്തുന്നത് കൊണ്ട് എന്തുകൊണ്ട് പുതിയ എയർഫീൽഡ് നിർമ്മിക്കണം, ഓൾറെഡി ഉള്ള എയർഫീൽഡ് മോഡിഫൈ ചെയ്താൽ പോരെ എന്ന ചോദ്യം വരാം. എന്നാൽ അവിടെയും പ്രശ്നമുണ്ട്. റഷ്യൻ നിർമ്മിത വിമാനങ്ങൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് F-16 ടേക്ക് ഓഫ് ആകാൻ വലിയ റൺവേയുടെ ആവശ്യമുണ്ട്. ഉക്രൈന്റെ റൺവേ എയർഫീൽഡ് എല്ലാം മാക്സിമം റഷ്യയുടെ ആക്രമണത്താൽ ഡാമേജ് ആയിട്ടാണുള്ളത്. മാത്രമല്ല ചെറിയ റൺവേയിൽ നിന്നും ഈ F-16 ടേക്ക് ഓഫ് ആകാനും പറ്റില്ല. എല്ലാം ഓക്കെ, F-16 ട്രെയിനിങ് എന്തായി എന്ന് ചോദിച്ചാൽ ജർമ്മനിയിൽ നിന്നും പുതിയൊരു കിംവദന്തി വരുന്നുണ്ട്. ജർമ്മനി F-16 പൈലറ്റ്സിനും പീരങ്കികൾ ഓടിക്കുന്നവർക്കും വേണ്ടി ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് മിലിറ്ററി ബേസിൽ അതിന് ചുറ്റുമായി ഒരു അൺനോൺ ഡ്രോൺസ് പറക്കുന്നുണ്ട് എന്ന് ജർമ്മനി തന്നെ ഒഫീഷ്യലായി സമ്മതിച്ചിരിക്കുന്നു. നിരവധി മീഡിയ ഔട്ട്ലെറ്റിൽ ഇതൊരു ഏലിയൻ ഡ്രോൺ ആണെന്നുള്ള വാർത്തയും പുറത്തു വന്നിട്ടുണ്ട്. കാരണം ഇത് എവിടെ നിന്നുമാണ് വരുന്നത്, ആരാണ് അയച്ചത്, എന്തുകൊണ്ട് ഈ മിലിറ്ററി ബേസിനെ തന്നെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന് ഇത്രയ്ക്കും ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയ ജർമ്മനിക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇതിന് മറുപടിയായി ജർമ്മനിയും ഉക്രൈനും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് റഷ്യ ചെയ്യുന്ന ജോലിയാണ്. അതായത് റഷ്യക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന നിരവധി പേർ ജർമ്മനിയിലുണ്ട്. അതുകൊണ്ട് ഈ ട്രെയിനിങ് എല്ലാം ഈ ഡ്രോൺ മുഖേന ക്യാപ്ചർ ചെയ്ത് അതിന്റെ ഔട്ട്പുട്ട് എടുത്ത് റഷ്യക്ക് അയച്ചു കൊടുക്കുന്നു. ചിലപ്പോൾ ഇത് സത്യമാകാനുള്ള സാധ്യതയുമുണ്ട്. കാരണം എപ്പോഴൊക്കെ ഇവരുടെ ട്രെയിനിങ് മിലിറ്ററി ബേസിൽ വെച്ച് നടക്കുന്നു, മാക്സിമം ടൈമും ഈ ഡ്രോൺസ് ആ മിലിറ്ററി ബേസിന് ചുറ്റുമായി അതിന് മുകളിലൂടെ പറക്കുന്നുണ്ട്. എന്നാൽ ഇത് ജാം ചെയ്യാൻ ഇതുവരെ ജർമ്മനി ശ്രമിച്ചിട്ടില്ല. ഇപ്പോഴാണ് മിലിറ്ററി ബേസിന് ചുറ്റുമായി അവരുടെ ഇലക്ട്രോണിക് വാർഫെയർ സോഴ്സ് എല്ലാം നിർത്തിവെക്കാമെന്ന ചർച്ചയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു വഴി കൂടെ നടക്കുമ്പോൾ ജർമ്മനി ഒരു സ്റ്റെപ്പ് മുകളിൽ പോയി മറ്റൊരു അറിയിപ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ റിപ്പയറിംഗ് യൂണിറ്റ് വെസ്റ്റേൺ ഉക്രൈനിൽ ആരംഭിക്കാൻ പോകുന്നു എന്നതാണ്. F-16 വളരെ പെട്ടെന്ന് തന്നെ ഉക്രൈനിൽ എത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഓൾറെഡി ജർമ്മനിയുടെ ലെപ്പേർഡ് ടാങ്കുകളും എയർ ഡിഫൻസ് സിസ്റ്റവും ഉക്രൈനിലുണ്ട്. സോ ഇതെല്ലാം ഡാമേജ് ആകുകയാണെങ്കിൽ അത് റിപ്പയർ ചെയ്യാനുള്ള ഒരു റിപ്പയറിംഗ് യൂണിറ്റ് ഉക്രൈനിൽ തന്നെ ആരംഭിക്കാൻ പോകുന്നു എന്ന് പറയുന്നു. ഇത് ഈ യുദ്ധത്തിന്റെ ഒരു എസ്കലേഷനായി മാറാം. കാരണം ഒരു രാജ്യത്തിന്റെയും ഒരു റിപ്പയറിംഗ് യൂണിറ്റും ഇതുവരെ ഉക്രൈനിൽ ആരംഭിച്ചിട്ടില്ല. ഓൾറെഡി റഷ്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ഫാക്ടറി ഉക്രൈനിൽ ആരംഭിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രൈമറി ടാർഗറ്റ് അതായിരിക്കുമെന്ന വാർണിംഗ് ഡയറക്റ്റ് ആയിട്ട് തന്നെ മുഴക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ജർമ്മനി എന്തുകൊണ്ടാണ് ഇത് ഉക്രൈനിൽ വെച്ച് തന്നെ ആരംഭിക്കണമെന്ന് തീരുമാനമെടുത്തത് എന്ന് ചോദിച്ചാൽ വേറെ വഴിയില്ല. കാരണം ഉക്രൈന്റെ ഫ്രണ്ട് ലൈനിൽ തന്നെ ജർമ്മനിയുടെ ടാങ്കുകളും എയർ ഡിഫൻസ് സിസ്റ്റം എല്ലാം നിർത്തിവെച്ചിട്ടുണ്ട്. മാക്സിമം അതിനെയെല്ലാം റഷ്യ ഡാമേജ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ മുഴുവനായും ഇല്ലാതാക്കുന്നുണ്ട്. മുഴുവനായും തകർന്ന എക്യുപ്മെന്റിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ പാർഷ്യലായി അതിനെ റിപ്പയർ ചെയ്തെടുക്കാൻ പാകത്തിന് ഡാമേജ് ആയ പീരങ്കികളെയെല്ലാം ഡ്രൈവ് ചെയ്ത് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. ഒന്നുകിൽ അതിനെ കെട്ടി വലിച്ചു കൊണ്ടുവരണം, അല്ലെങ്കിൽ ട്രെയിൻ നെറ്റ്വർക്ക് മുഖേന കൊണ്ടുവരണം. ട്രെയിൻ നെറ്റ്വർക്ക് വഴി കൊണ്ടുവരണമെങ്കിലും അതിനെ ഓപ്പറേറ്റബിൾ ആയിരിക്കണം. സോ ഫ്രണ്ട് ലൈനിൽ തകർന്ന ഈ പീരങ്കികളെ വലിച്ചു കൊണ്ടുവന്ന് പല 100 കിലോമീറ്റർ മാറി കൊണ്ടുവന്ന് അവിടെ നിന്നും പോളണ്ടിലേക്കോ ജർമ്മനിക്കോ ഇത് റിപ്പയർ ചെയ്യാൻ അയച്ച് വീണ്ടും തിരിച്ച് ഉക്രൈനിലേക്ക് എത്തിക്കാൻ കുറച്ചധികം സമയമെടുക്കും. സോ റിപ്പയറിംഗ് യൂണിറ്റ് ഉക്രൈനിൽ തന്നെ ആരംഭിച്ചു കഴിഞ്ഞാൽ സമയം ലാഭിക്കാം. ഇത് തന്നെയാണ് അവരുടെ തീരുമാനം. എന്തൊക്കെ തന്നെയായാലും പോളണ്ട് വരെ മിസൈൽ അയച്ച റഷ്യക്ക് ഈ വെസ്റ്റേൺ ഉക്രൈനിൽ ആരംഭിക്കുന്ന റിപ്പയറിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ ഫാക്ടറിയെ തകർക്കാൻ അധിക സമയം ആവശ്യം വരില്ല. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റായി ചേർക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.